ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കത്തിരിക്ക കറി തയ്യാറാക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കത്തിരിക്ക, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മല്ലിയില, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കായം, വറ്റൽമുളക് ഇങ്ങനെയുള്ള മസാലകൾ. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കടുക് തളിച്ച് കൊടുക്കാം. താളിപ്പൊക്കെ ചെറുതായൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് കായമാണ്. കായം ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ചേർക്കാനുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കത്തിരിക്കയാണ്. വെള്ളം ഒട്ടുമില്ലാതെ ഈ കത്തിരിക്ക പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കത്തിരിക്ക കറുത്ത് പോകാതിരിക്കാനായിട്ട് നമ്മളതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. നമ്മുടെ നാട്ടിൽ കത്തിരിക്ക അധികം പേരും ഉപയോഗിക്കാറില്ല, എടുത്ത് കളയാറാണ് പതിവ്. പക്ഷേ നോർത്ത് ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ചപ്പാത്തിയുടെ കൂടെ ഈ ബാങ്കൻ കറി, അതായത് കത്തിരിക്ക കറി. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇതിലാകെയുള്ള മസാല ഇപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം, ഉപ്പ്, മറ്റ് വേറെ ഒരു മസാലകളും ഇതിൽ ചേർക്കണം. ഇനി കുറച്ച് നേരം അടയ്ക്കുക. ഇനി നമ്മളിതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. രണ്ടും നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം കൂടെ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കത്തിരിക്ക വെച്ച് വേറെയും ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. പിന്നെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും റെസിപ്പികളുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ അത് സിമ്പിളായിട്ട് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കാം. പിന്നെ എണ്ണയും മസാലയും ഒക്കെ വളരെ കുറച്ച് മതി എന്നതാണ് ഈ കറിയുടെ പ്രത്യേകത. ഈ തക്കാളി നമുക്ക് വേണമെങ്കിൽ ഒരു വെജിറ്റബിൾ ചോപ്പറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടിട്ടാലും നന്നായിരിക്കും. അപ്പോൾ ഈ ഉടച്ചു കൊടുക്കുന്നതൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിലാവും. ഇടയ്ക്ക് ആ സ്പാറ്റില കൊണ്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേക്കും അത് വേകാതെ കിടക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് സ്മാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല കുറുകി കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി രണ്ടും കൂടെ ഏകദേശം നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലാവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് ഒരു 2 കപ്പ് വെള്ളമാണ്. നിങ്ങൾക്ക് കുറച്ച് ചാറായിട്ടിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ചുകൂടെയും വെള്ളം ചേർക്കാം. കാരണം ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അവരവരുടെ സൗകര്യത്തിന് വെള്ളം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇനി നമ്മളതിൽ ലാസ്റ്റിൽ കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ മല്ലിയില. ഈ കറികൾക്ക് ഏറ്റവും ടേസ്റ്റ് നൽകുന്ന സാധനമാണ് മല്ലിയില. അത് ഞങ്ങൾ എപ്പോഴും ധാരാളമായിട്ട് ഉപയോഗിക്കും. ഇനി നമുക്കിതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാനുള്ള സമയമാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ അതുകൂടെ ചേർത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും കൂടി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല രുചികരമായ കത്തിരിക്ക കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്.